സ്പെയിൻ ഈസ് ദ വേൾഡ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്പെയിൻ സേവ്ഡ് ഫുട്ബോൾ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനോട് അല്ലെങ്കിൽ ആ ഒരു ഹാഷ്ടാഗിനോട് യോജിപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്പെയിൻ വേഴ്സസ് അർജൻറ്റീന. ഈ ഒരു മാച്ചിന് ലോട്ട്സ് ഓഫ് അങ്ങനത്തെ കുറേ രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. കാരണം തിരിച്ചു വരുന്ന കംബാക്ക് കിങ്സ് ആണ് ഈ ഒരു വേൾഡ് കപ്പിൽ എന്നൊക്കെ പറയുന്ന ഒരു അർജൻറ്റീനയും, പിന്നെ വളരെ ഓർത്തഡോക്സ് മീൻസ് വളരെ ഗെയിം കൺട്രോൾഡ് ആയിട്ട് ഓപ്പോസിറ്റ് ഏത് സ്പീഡി പേസി അറ്റാക്കേഴ്സോ പ്ലെയേഴ്സോ ഏത് ടീമോ ആയിക്കോട്ടെ ഞങ്ങളുടേതായിട്ടുള്ള വിധത്തിൽ കളിക്കും. ഞങ്ങളുടെ വിധത്തിലോട്ട് നിങ്ങൾ വരണം, നിങ്ങളെ ഞാനിങ്ങ് എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ രീതിയിൽ കളിക്കുന്ന ഒരു സ്പെയിനുമാണ്. ഈ ഒരു രണ്ട് ടീം തമ്മിൽ കളിച്ചാൽ എന്ത് സംഭവിക്കും? സ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. ഈ ഗെയിമിൻ്റെ മുമ്പേ എല്ലാവരും പറഞ്ഞ ഞാനടക്കം പറഞ്ഞ കാര്യമാണ് സ്പെയിൻ ആയിരിക്കും പൊസിഷൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് സ്പെയിൻ്റെ കയ്യിലാണ്. സ്പെയിൻ ആകെ ഒരു ലാക്ക് ഓഫ് ഒരു സാധനം മാത്രമേ ഉള്ളൂ, ഫിനിഷിംഗ്. ഓക്കെ, പക്ഷേ അത് അവർ ആരെങ്കിലൊക്കെ ആയിട്ട് ഗോൾ അടിക്കലുണ്ട്. ഓയർസബാലായിരുന്നു പൊതുവെ സ്ട്രൈക്കിൻ്റെ പൊസിഷനിൽ ഉണ്ടാവില്ല. പുള്ളി പറ്റുന്ന പോലെയൊക്കെ വരെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു അവസാനമൊക്കെ ആയ സമയത്ത് പുള്ളിക്കും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഫ്രാൻസിനെതിരെ ഒരു പെനാൽറ്റിയിൽ ഗോൾ സ്കോർ ചെയ്തില്ല എന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ഫ്രാൻസിന് ഇല്ലേ എന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. സ്പെയിനിന് ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ആ ഒരു ലാക്ക് മാത്രമാണ് അവർക്കൊരു കുറവുള്ളത്. അത് നമുക്ക് ഈ ഒരു മാച്ച് നല്ലപോലെ കാണാനുണ്ടായി. ഫ്രം മിനിറ്റ് 1 to 120 മിനിറ്റ് കംപ്ലീറ്റ് ഡോമിനേഷൻ ടു സ്പെയിൻ. അവസാനത്തെ ഒരു 5 മിനിറ്റ് മാത്രമാണ് ഒരു 60-40 പൊസഷൻ അർജന്റീനക്ക് കിട്ടിയത്, 40% അർജന്റീനക്ക് കിട്ടിയത്. ബാക്കിയൊക്കെ മോനെ വാട്ട് ഈസ് ഫുട്ബോൾ ഈസ് എ ബ്യൂട്ടിഫുൾ ആർട്ട്. അത് കുറേ ഫിസിക്ക് വെച്ച് കളിക്കുക, ഫൗള് വെച്ച് ഗെയിമിൻ്റെ റിതം കളയുക, ഇതൊന്നും അല്ല എന്ന് തെളിയിച്ചു കൊടുത്തു അർജന്റീനക്ക് ലിറ്ററലി സ്പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ കളി അല്ലാതെ വേറെ ഒന്നും അതിഭീകര ടാക്ടിക്സ് ആയിട്ടൊന്നും യൂസ് ചെയ്യാത്തൊരു ടീമാണ് അർജന്റീന. അർജന്റീനയുള്ള ഭയങ്കരമായിട്ടുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഞാൻ മോശമൊക്കെ പറയല്ല, അർജന്റീനയുള്ള ഭയങ്കരമായിട്ടുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ട് ഈ ഒരു സീസണിൽ. പക്ഷേ അവന്മാർ ഫിസിക്കലി കളിച്ച് കണ്ട് ഗെയിമിൻ്റെ റിതം അങ്ങോട്ട് കളയും. എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തൊരു ടാക്ടിക്സ് ആണത്. ആ ഒരു പരിപാടിയാണ് ഈ ഒരു സീസണിൽ ടൂർണമെൻറ്റിൽ എൻറ്റയർ നമ്മൾ കണ്ടത്. ഓക്കെ, ഈ ഒരു അൺടിൽ ഇംഗ്ലണ്ട് പിന്നെ 55ാമത്തെ മിനിറ്റ് വരെ ഡോമിനേറ്റ് ചെയ്തെങ്കിലും 55 മിനിറ്റിന് ശേഷം തോമസ് തുഷേൽ നല്ല ഊള ടാക്ടിക്സ് കാരണം അർജന്റീനക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടി. സോ അർജന്റീന അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അവർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അവിടെ കഴിഞ്ഞു. ഫൈനലിലോട്ട് എത്തുന്ന സമയത്ത് അർജന്റീന ലിറ്ററലി ആ ഒരു ഞാൻ പറഞ്ഞല്ലോ സ്പെയിൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ റിതത്തിലോട്ട് നിങ്ങൾ വരിക, അത് മാത്രമേ നിങ്ങൾക്ക് മാർക്കുള്ളൂ. നിങ്ങൾ ഏത് കമ്പാക്കിങ്സ് ആയിക്കോട്ടെ, ഏത് സ്പീഡ് ഇതായിക്കോട്ടെ, നിങ്ങൾ ഞങ്ങളെ കമ്പാക്ക് വരാలి, ഞങ്ങളുടെ കൂടെ കളിക്കാൻ നിങ്ങൾക്ക് പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ സ്പെയിൻ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സ്പെയിൻ്റെ റിതത്തിലോട്ട് വരാൻ പോയിട്ട് ലിറ്ററലി അർജന്റീനക്ക് വേറൊരു ബോൾ നമ്മൾ എടുത്ത് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. ഓക്കെ, ഇതൊരു ട്രോളി പറഞ്ഞതല്ല, ലിറ്ററലി ബോൾ തൊടാൻ കിട്ടുന്നില്ല. ഓക്കെ, യമാലിനൊക്കെ മറ്റേ ടാഗ്ലിയാഫിക്കോ ആ പുള്ളിയൊക്കെ പിടിച്ച് വലിച്ചിടുന്ന കാണാൻ നിങ്ങൾ ബോൾ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ റഫറി ചിലതൊക്കെ ഭയങ്കരമായിട്ട് യെല്ലോ കാർഡ് ഡിസേർവിംഗ് ആയിട്ടുള്ള ഫൗളിനൊന്നും യെല്ലോ കാർഡ് കൊടുത്തില്ല. പക്ഷേ എന്നാലും റഫറിങ് ഒരു പരിധി വരെയൊക്കെ ഫെയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ 15 മിനിറ്റിലൊന്നും മെസ്സിക്ക് ബോൾ എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല. ഓക്കെ, മെസ്സി ആകെ ഫസ്റ്റ് ആ മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ടച്ച് ചെയ്തു, പിന്നെ 15ാമത്തെ മിനിറ്റിലാണ് മെസ്സിക്ക് ഒരു ടച്ച് കിട്ടിയത്. ഓക്കെ, പല ട്രോളും വരുന്നുണ്ട്, മെസ്സി ഇറങ്ങിയിരുന്നെങ്കിൽ പല ഈ ഗെയിമിൻ്റെ ഗതി തന്നെ മാറിയേനെ, മെസ്സി ഇറങ്ങിയത് പോലും പലരും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പല ട്രോളും വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ മെസ്സിൻ്റെതായുള്ള ക്രിയേറ്റീവ് സാധനങ്ങൾ ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം മെസ്സിൻ്റെതായുള്ള ക്രിയേറ്റീവ് സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതുവരെ അൺടിൽ ദാറ്റ് മെസ്സി ഈസ് സൈലൻറ്റ്, എൻറ്റയർ അറ്റാക്ക് ഈസ് സൈലൻറ്റ് ഫ്രം അർജന്റീന എന്ന് പറയുന്നത് ലിറ്ററലി. ഓക്കെ, ഡിഫൻസിന് നല്ല പണിയായിരുന്നു. പക്ഷെ നല്ല പണി മീൻസ് അവന്മാരെങ്ങനെ പാസിട്ട് കളിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുക ലിറ്ററലി അർജന്റീൻ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ. എമി മാർട്ടീനസ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അർജന്റീന മോനെ നല്ലൊരു സ്കോറിന് പൊട്ടിപ്പോയേനെ. ഓക്കെ, ലിറ്ററലി ഇതൊരു അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാണം കെട്ട തോൽവിയാണ്. ഓക്കെ, ഒരു 1-0 എന്നുള്ള സ്കോർ ഇച്ചിരി ഡൗൺ ആണ്. അത് സ്പെയിനിന് പ്രോപ്പറായിട്ടുള്ളൊരു ഫിനിഷർ അറ്റാക്കർ ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. 1-0 തോൽവിയാണ് എന്നുണ്ടെങ്കിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാണം കെട്ട തോൽവിയാണ്. കാരണം 90 മിനിറ്റ് വരെ ഒപ്പോസിഷൻ ടീമിൻ്റെ ബോക്സിൽ ഒരു ടച്ച് പോലും ഇല്ല, മാനോ മര്യാദയ്ക്കും കടന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. 0 ഷോട്ട് 0 ഓൺ ടാർഗറ്റ്. 113ാമത്തെ മിനിറ്റ് വരെ 0 ഷോട്ട് 0 ഓൺ ടാർഗറ്റ്. അപ്പുറത്ത് 20 ഷോട്ടും 12 ഓൺ ടാർഗറ്റും കളിക്കുന്ന സ്പെയിന് ഇവിടെ 0 ഷോട്ട് 0 ഓൺ ടാർഗറ്റ്. ഇതിലും വലിയൊരു നാണക്കേട് നമുക്കില്ല. ഇത്രയും ബോറടിച്ചൊരു ഫൈനൽ നമുക്ക് കാണാനില്ല. 90 മിനിറ്റിനുള്ളിൽ തന്നെ കളി തീർന്നു പോകേണ്ടതാണ്. നമ്മൾ എക്സ്ട്രാ കളി പോയത് ഞാൻ വീണ്ടും പറയുന്നു, സ്പെയിനിന് ആ ഒരു പ്രോപ്പർ ഫിനിഷർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അത് ഇത്രയും ഒരു ബോറടിച്ചൊരു ഫൈനലായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ വേൾഡ് കപ്പ് ഫൈനലൊക്കെ എന്ത് എജ്ജാതി ഫൈനലായിരുന്നു അടി. അത് ത്രില്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാരക ത്രില്ലിംഗ് ആയിരുന്നു. ഓക്കെ, അത് അർജന്റീന കപ്പ് എടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ഫൈനലിലോട്ട് അർജന്റീന വന്ന സമയത്ത് ഈ സീസണിൽ നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നതാണ് അർജന്റീനയിലെ ലൂപ്പ് ഹോൾസിൻ്റെയും ലയണൽ മെസ്സി എന്നുള്ള ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് മാത്രം വലിഞ്ഞു പോകുന്നൊരു ടീമാണ് അർജന്റീന എന്ന് പറഞ്ഞത്. പിന്നെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം
ഫിക്സ്ചറും കുറച്ചും കൂടി ഈസി ആയിരുന്നു. കപേ വേർഡെ, ഈജിപ്ത്, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലണ്ട് അല്ലല്ലോ, ഏതായിരുന്നു, സ്വിറ്റ്സർലൻഡ്, പിന്നെ അതുപോലെ തന്നെ ഇവർ ഇംഗ്ലണ്ട്, ഇടയിൽ ബ്രസീലും ഇവരും മറ്റേ ബ്രസീൽ അങ്ങനത്തെ അതിൻ്റെ ടീമൊക്കെ എലിമിനേറ്റഡ് ആയി പോയതോടുകൂടി കുറച്ചും കൂടി ഈസിയായി. അതുകൊണ്ടാണ് ഫൈനലിലോട്ട് എത്തിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ അധികം തന്നെ തോറ്റു പോയേനെ. എന്തെങ്കിലും വട്ടവരട്ടീസ് അവർ ഫൈനലിലോട്ട് എത്തി, ഫൈനലിൽ നാണം കെട്ട് തോറ്റുപോയി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, ലിറ്ററലി. ഇനി ക്രൈമോർ ഫാൻസ് ഇനി എന്താ പറയുന്നത് എനിക്കറിയില്ല. ക്രൈമോർ ഫാൻസ് കരയുക എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീലാകും. എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈജിപ്തിനെതിരെ ഇൻജസ്റ്റിസ് നടന്നു പറഞ്ഞാൽ ക്രൈമോർ, വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈമോർ. അവന്മാരോടെ മാറി ഇന്ന് കരയാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ മെസ്സിയെ വല്ലതും ഹ്യൂമിലിയേറ്റ് ചെയ്ത് ഡിസ്റെസ്പെക്ട് ചെയ്ത് ട്രോൾ ചെയ്യുന്ന കാഴ്ച കണ്ടു. അത് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. മെസ്സി ഈസ് ഓൾവേസ്, മെസ്സി കണ്ടോ കളി കഴിഞ്ഞു, തോറ്റു, അത് അക്സെപ്റ്റ് ചെയ്തു. അതങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി അതങ്ങനെ ഇറങ്ങിപ്പോയി. ഒരു പാവം മനുഷ്യനാണത്. ഓക്കെ, പുള്ളിയെ ഭയങ്കരമായിട്ട് വേറെ ആരൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ ഓൾ മെസ്സി എന്ന് പറഞ്ഞൊരു പാവം മനുഷ്യനാണ്. അയാൾ എങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് അർജന്റീനയിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അതിലിപ്പോൾ പലതും കളി കഴിഞ്ഞ് തെളിയിച്ചു. നമ്മൾ എന്തുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം ആ ഗ്യാവിനൊക്കെ തള്ളിയിട്ട് അവർ തന്നെ തെളിയിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ലൂസേഴ്സ് എന്ത് കളി തോറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ആ മറ്റേ ജയിച്ചിരിക്കുന്ന ടീമിനെ പോയി തല്ലുക, അതൊക്കെ വൻ ചൈൽഡിഷാണ്. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ അതിലെ കുറച്ച് പ്ലേയേഴ്സിനെ വെറുക്കുന്നു എന്നുള്ളതിൻ്റെ റീസണാണ് ആ ഒരു കാര്യം നമ്മൾ അവിടെ അവസാനം കണ്ടത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അർജന്റീന ഞാൻ പറഞ്ഞല്ലോ, സ്പെയിൻ കുറേ എന്താ പറയുക ഡോമിനേറ്റ് ചെയ്ത് ഫസ്റ്റ് ഹാഫിൽ ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വൈർസബാലിനൊക്കെ ഒരു ചാൻസ് ഇട്ടിരുന്നു, പക്ഷേ അത് ഗോളാക്കാൻ പറ്റില്ല. 63 മിനിറ്റ് ആയ സമയത്ത് വൈർസബാലിനെ മാറ്റി ഫെറാൻ ടോറസിനെ കൊണ്ടുവന്നു, പിന്നെ ബയേനെ മാറ്റി നിക്കോ വില്യംസിനെ കൊണ്ടുവന്നു. ഈ 2 ചേഞ്ചാണ് സ്പെയിന് ഷിഫ്റ്റ് ചെയ്തത്. നിക്കോ വില്യംസ് വന്നതോടുകൂടി ലെഫ്റ്റിലും റൈറ്റിലും അറ്റാക്ക് വരുന്നത്. മറ്റേ റൈറ്റിൽ യമാലിനെ മാത്രം കൂട്ടിയാൽ മതി. യമാൽ ഒരു 70 മിനിറ്റിന് ശേഷം യമാൽ ഓണായി. അതുവരെ യമാൽ ഒരു ഇച്ചിരി സൈലൻ്റായിക്കാണ്, പക്ഷേ 70 മിനിറ്റിന് ശേഷം യമാൽ ഓണായി. ലെഫ്റ്റിലും കൂടി അറ്റാക്ക് വന്ന സമയത്ത് പിന്നെ യമാൽ ഒറ്റയായിട്ട് തന്നെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ലെഫ്റ്റിലും കൂടി നിക്കോ വില്യംസും കൂടി വന്ന സമയത്ത് പിന്നെ അർജന്റീനയുടെ കിളി പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ. അവിടെ മൊണ്ടേലായിരുന്നു ഉണ്ടായിരുന്നത്. മൊണ്ടേൽ നല്ലപോലെ കളിച്ചു വരുമായിരുന്നു മറ്റേ നിക്കോ വില്യംസിൻ്റെ സൈഡിൽ. പക്ഷേ മൊണ്ടേലിനെ മാറ്റി മൊലീനെ ഇറക്കാം, മൊലീനെ മതിനെ ഒരാൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ റൊമേറോനെ മാറ്റി, ആദ്യം തന്നെ സാൻഡ്രോ മാർട്ടിനസിനെ മാറ്റി ഒട്ടാമണ്ടിനെ ഇറക്കി. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചത് അപ്പോൾ ഒരു ഗോൾ വരും, കാരണം ഒട്ടാമണ്ടി അത്ര ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറൊന്നുമല്ല. പിന്നെ റൊമേറോനെ മാറ്റി മെദീനേറ്റെ കൊണ്ടുവന്നു. അങ്ങനെ മൊത്തത്തിൽ ഡിഫൻസിൽ ഒരു അഴിച്ചുപണി, കാരണം അത്രയും വർക്ക് ലോഡാണ് ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം. ഡിഫൻസ് മാത്രമേ വെള്ളം കുടിക്കുന്നുള്ളൂ. പിന്നെ പരേഡസ് അവിടെ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്നും അടി മേടിക്കുന്നുണ്ട്. പിന്നെ നല്ല ചവിട്ടും ഫിസിക്ക് കളി. ഓക്കെ, ആസ് യൂഷ്വൽ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ ഫിസിക്ക് കളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പരേഡസ് അവിടെ. പിന്നെ എൻസോ ഫെർണാണ്ടസ്, ഈ ചങ്ങായിനെ കുറിച്ചും പറയണം. ഈ ചങ്ങായി അതിഭീകര ഫൗൾ നമ്മൾ സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയൊക്കെ കണ്ടു. ഭയങ്കര ഫിസിക്കായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് ഈ എൻസോ ഫെർണാണ്ടസും. അപ്പോൾ എൻസോ ഫെർണാണ്ടസിൻ്റെ റെഡ് കാർഡ് എന്ന് പറഞ്ഞാൽ പ്യൂർ ഡിസൈവിങ്. ആ സെക്കൻഡ് എല്ലോൻ്റെ ഫൗളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ബൂട്ടിൻ്റെ സ്റ്റഡ് വെച്ചിട്ടാണ് ചങ്ങായി ചവിട്ടിയിട്ടുള്ളത്. പുള്ളി സ്പെയിൻ്റെ ഡിഫൻഡർ കൊണ്ട് മറിഞ്ഞുപോയി. ഓക്കെ, അപ്പോൾ ലിറ്ററലി ഡിസൈവിങ് ആണ്. ആ ഒരു റെഡ് കാർഡാണ് ഈ ഒരു ഗെയിമിനെ കംപ്ലീറ്റ് സ്പെയിനിലോട്ട് ഒരു 80% സ്പെയിൻ്റെ കയ്യിലുണ്ടായിരുന്ന കളി 95% ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു എൻസോ. ഓക്കെ, ഈ ഒരു റെഡ് കാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന റെഡ് കാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൂർണമെൻറ്റിൽ ആദ്യമായിട്ട് എത്രയധികം ഫൗൾ വെച്ചിട്ട് ഒരു റെഡ് കാർഡ് അർജന്റീന കിട്ടുന്നത് ഈ ടൂർണമെൻറ്റിൽ ആദ്യമായിട്ടാണ് ലിറ്ററലി. ഓക്കെ, അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് അങ്ങോട്ട് വന്നു. പിന്നെ യമാലിൻ്റെ ഒരു ലാസ്റ്റ് ഫ്രീ കിക്ക് ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് എമി മാർട്ടിനസ് സേവ് ചെയ്ത്. എമി മാർട്ടിനസ് ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ 10ൽ കൂടുതൽ സേവ് നടത്തുന്ന ആദ്യത്തെ ഗോൾ കീപ്പർ എമി മാർട്ടിനസാണ്. അത്രയും പണിയാണ് ലിറ്ററലി. ഓക്കെ, പിന്നെ 120 മിനിറ്റ് 90 മിനിറ്റിന് ശേഷം പിന്നെ എക്സ്ട്രാ ടൈമിലോട്ട് കളി പോയി. എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫിൽ മെറീനോക്ക് ഒരു നല്ല ചാൻസ് കിട്ടി. നിക്കോ വില്യംസ് ഒരു ഗോൾ സ്കോർ ചെയ്തു. അത് എന്തിനാണ് ഡിസലവ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ടു ബി ഫ്രാങ്ക്, എനിക്കിപ്പോഴും അറിയില്ല. മെറീനോ ആ ഒരു ഒട്ടാമണ്ടിൻ്റെ കാലിൽ ചവിട്ടി എന്നാണ് പറയുന്നത്, പക്ഷേ റീപ്ലേയിൽ ഞാൻ കണ്ടില്ല. ഒരു ഫെദർ ടച്ച് പോലും ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ സൈഡിൽ ഇതിൻ്റെ വീഡിയോ വെക്കാം. ഫെദർ ടച്ച് പോലും ഉണ്ടോ എനിക്കറിയില്ല. എനിക്ക് ആ ഒരു ഗോൾ ഡിസലവ് ചെയ്ത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. എന്തിനതവിടെ ഡിസലവ് ചെയ്തു എന്നുള്ള കാര്യം. എന്തായാലും ആ നിക്കോ വില്യംസിൻ്റെ ഗോൾ അവിടെ ഡിസലവ് ചെയ്തു. പക്ഷേ വാട്ട് സ്പെയിൻ അപ്പോഴും സ്റ്റിൽ ആ ഒരു കളി തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി നിക്കോ വില്യംസിൻ്റെ ഒരു അസിസ്റ്റിൽ നിന്നും ഫെറാൻ ടോറസ് സ്കോർഡ് ദാറ്റ് ഗോൾ. ഫെറാൻ ടോറസ് സ്കോർഡ് എ ബാങ്ങർ ഗോൾ എന്ന് പറയേണ്ടി വരും ഈ ഒരു ടൂർണമെൻറ്റിൽ. അതും എങ്ങനത്തെ ഗോളാണ്. ഫെറാൻ ടോറസ് നമുക്കറിയാം, പുള്ളി ഭീകര ട്രോൾ ഏറ്റുവാങ്ങുന്ന ഒരാളാണ്. ഇൻക്ലൂഡിങ് മീ. ഞാനടക്കം പുള്ളിയെ ട്രോൾ ചെയ്ത് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. പുള്ളി ഓപ്പൺ പോസ്റ്റ് കിട്ടിയാലും അതിലോട്ട് ഷോട്ട് അടിക്കില്ല, ഫിനിഷ് ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ പല ട്രോളും വരാറുണ്ട്. പക്ഷേ അങ്ങനെ ട്രോൾ ചെയ്യുന്നവന്മാർക്ക് എന്നെപ്പോലുള്ളമാർക്ക് വായ അടപ്പിച്ചിട്ടുള്ള റിപ്ലൈ ആണ് ഫെറാൻ ടോറസ് ആ ഒരു വിന്നിങ് ഗോൾ. വെറുതെ ഒരു ഗോളാണോ അത്? ഇറ്റ്സ് എ വിന്നിങ് ഗോൾ. സ്പെയിനിൻ്റെ 2ാമത്തെ വേൾഡ് കപ്പ് നേടിയ സമയത്തുള്ള വിന്നിങ് ഗോൾ ലിറ്ററലി.
ഓക്കെ, സ്പെയിൻ ആ ഒരു ഫെറാൻ ടോറസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് ടൈം ഗോളാണത്. ഓക്കെ, നമ്മൾ 2014 മാരിയോ ഗോഡ്സെ ഗോൾ സ്കോർ ചെയ്ത പോലെ ജർമ്മനിക്ക് വേണ്ടി നമ്മളിപ്പോൾ ആ ഒരു പേര് ഓർത്ത് വെക്കുന്നുണ്ട്, ഗോഡ്സേൻ്റെ പേര്. ആ പ്ലെയറൊക്കെ പിന്നെ വേൾഡ് കപ്പ് ഇനി ഏത് ക്ലബ്ബിൽ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ആ ഗോഡ്സേൻ്റെ പേര് നമുക്ക് നല്ല ഓർമ്മയുണ്ട്, ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫെറാൻ ടോറസ്, ഇനി ആ ഒരു പേര് നമ്മൾ മറക്കില്ല. സ്പെയിൻ സേവ്ഡ് ഫുട്ബോൾ എന്നുള്ള ഹാഷ്ടാഗ് കൊണ്ട് നടക്കുന്നവരുമായിട്ട് ഈ ഒരു ഫെറാൻ ടോറസിൻ്റെ പേരും ഒരിക്കലും മറക്കാൻ പറ്റില്ല. സോ ഫെറാൻ ടോറസ് ഒരു ഗോൾ സ്കോർ ചെയ്തു, അങ്ങനെ 1-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആ ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം 13ാമത്തെ മിനിറ്റിലും കണ്ടുതരാം. ആ ഗോൾ സ്കോർ കഴിഞ്ഞതിന് ശേഷമാണ് അർജന്റീന ആദ്യമായിട്ടൊരു ഷോട്ട് അടിക്കുന്നത് സ്പെയിൻ്റെ പോസ്റ്റിലോട്ട്. 3 ഷോട്ട് അടിച്ചിട്ടുണ്ട്, 0 ഓൺ ടാർഗറ്റ്. ഒന്ന് സിമിയോണി, ഒന്ന് മെസ്സിൻ്റെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഡിപ്പിംഗ് ആയിട്ട് ഇറങ്ങുന്ന ഒരു ക്രോസ്. അത് കയറിയെന്നായി വിചാരിച്ചത്, പക്ഷേ അത് കയറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അർജന്റീനയുടെ കാര്യങ്ങൾ. പൊസഷനൊക്കെ 68% സ്പെയിൻ്റെ കയ്യിൽ, 32% മാത്രമേ അർജന്റീനയുടെ കയ്യിലുള്ളൂ. ഷോട്ടൊക്കെ 3 ഓൺ ടാർഗറ്റ് 0, മറ്റേത് 20-12. ഓഫ് സൈഡിൻ്റെ എണ്ണം മാത്രം അർജന്റീനയ്ക്ക് കൂടുതലുണ്ട്, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. അർജന്റീന ലിറ്ററലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നാണം കെട്ട് തോറ്റുപോയി. ഓക്കെ, ഇതിന് മുമ്പേ എക്സ്പോസ്ഡ് ആവേണ്ടതായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും നല്ല ടീമിനെ കിട്ടിയില്ല. ഒരു ഇംഗ്ലണ്ടാണ് വന്നത് ഒരു നല്ല ടീമായിട്ട്. എന്തായാലും സ്പെയിനെ കൈ കിട്ടി, തോൽവി അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ക്രൈം ഓഫ് ഫാൻസ് ഉണ്ടെങ്കിൽ പറയുള്ളത് തോൽവി അക്സെപ്റ്റ് ചെയ്യുക. കളി തോറ്റു, അതവിടെ കഴിഞ്ഞു, മൂവ് ഓൺ. അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ഈസ് സ്പെയിൻ. 2ാമത്തെ ഗോള് പ്യൂവർലി ഡിസേർവിങ്. അവരുടെ ഗെയിം പ്ലാൻ, ലാഫിയൻ്റെ ആ ഒരു ടീം, ആ ഒരു ടാക്ടിക്സ് പരിപാടികളെല്ലാം അടിപൊളിയായിരുന്നു. സോ ഈ ഒരു വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് മൊത്തത്തിൽ കളറായിരുന്നു. കോൺട്രവേഴ്സികളും എൻ്റർടൈൻമെൻറ്റും നല്ല ഗോൾസും, പല ചെറിയ ചെറിയ ടീമുകളൊക്കെ വന്ന് ഗോൾ സ്കോർ ചെയ്യുക, ചെറിയ ടീമുകൾ വന്ന് പല ടീമിനെയും വിറപ്പിക്കുക, എസ്പെഷ്യലി ആഫ്രിക്കൻ ടീംസ്. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഈ വേൾഡ് കപ്പ് അടിപൊളിയായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇറ്റ് ബിക്കമിങ് ആൻ എൻഡ്. നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഒരു അവസാനത്തോട്ട് വരികയാണ്. സോ ഫൈനലി സ്പെയിൻ വോൺ ദ വേൾഡ് കപ്പ്. സ്പെയിൻ ഒരു സ്റ്റാറും കൂടി ഇനി അവരുടെ ജേഴ്സിയിൽ ആഡ് ചെയ്യും. സോ ഇത്രയൊക്കെയായിട്ട് എനിക്ക് ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കണ്ടൻസും കാര്യങ്ങളും ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫിനിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.